ഈ ശ്രുതി തമ്പിയിലേക്ക് വരുമ്പോഴേ ശ്രുതി പറഞ്ഞ ഒരു കോട്ടാണ്, ഞാൻ പാവങ്ങളുടെ സിൽക്ക് സ്മിതയാണ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ അതായത് ഇപ്പോൾ 2018 ആ ഒരു ബോയും ഷോ ചെയ്തപ്പോൾ സി കേരളം ചാനലിൽ ആ ഷോ ചെയ്തപ്പോൾ അന്ന് ആ ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു സെക്സി ആയിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ അങ്ങനെ എക്സ്പോസ് അല്ല എക്സ്പ്രഷൻ ബേസിൽ അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറേ കമൻസ് വരും, അങ്ങനെ പാവങ്ങളുടെ സിൽക്ക് സ്മിത അത് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുമായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു കേട്ടോ. ആ ടൈമിൽ വന്ന കമൻസ് ആ ഷോയിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറി. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ ശ്രുതി തമ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇൻഫ്ലുവൻസർ ഭയങ്കര പോസിറ്റീവായിരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ശ്രുതി തമ്പി പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകാൻ തുടങ്ങി. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു, പിന്നീട് അപ്രതീക്ഷിതമായ എന്തൊക്കെയോ വിവാദങ്ങൾ വലിച്ചു താഴിട്ടത്. ആദ്യം പറയുമ്പോൾ ഇൻഫ്ലുവൻസർ ശ്രുതി തമ്പി പ്രൊമോഷന് വിളിക്കും, നമുക്ക് കൊടുക്കാം. പിന്നീട് വരുമ്പോഴത്തേക്ക് ശ്രുതി തമ്പി ഒരു ഭയങ്കര നെഗറ്റീവിലേക്ക് പോവാണ്. എന്താ ശരിക്കും അങ്ങനെ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയ ഒരു സാഹചര്യം? ഇത് തന്നെ വിവാദങ്ങൾ തന്നെ. അതായത് നമ്മൾ കൈവയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന എന്ത് ടോപ്പിക്കും കുറച്ച് പേര് പുറകിൽ നടന്നിട്ട് അതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് രീതിയിൽ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിന് മുമ്പിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആക്കി എടുത്തു. അതായത് ഇപ്പോൾ വിവാദം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വൃത്തികെട്ട വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ലൈക്ക് മമ്മൂക്ക അതിനൊരു അഭിപ്രായം, ഒരു എന്താ റോഷക് മൂവി ഇറങ്ങിയപ്പോൾ അതിനൊരു അബദ്ധം പറഞ്ഞു പോയതാണ് മമ്മൂക്കയുടെ ഏജിനെ പറ്റിയിട്ട്, അതൊരു വിവാദമായി. പിന്നെ മലപ്പുറം അത് ഈവൻ ഖത്തറിൽ ഈ ഇടയ്ക്ക് ഒരു ഇവന്റ് എന്നെ പ്രോഗ്രാം ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഒരു 400 ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന വലിയൊരു മെഗാ ഇവന്റ് ആണ്. അതിൽ ദുബായിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എന്നെയാണ് സെലക്ട് ചെയ്ത് വിളിച്ചത്. നമ്മളിവിടുന്ന് പോയി ഒരാഴ്ച അങ്ങോട്ട് പോയി. കറക്റ്റ് പ്രോഗ്രാമിൻ്റെ അന്ന് വൈകുന്നേരം ഇപ്പോൾ പ്രോഗ്രാം ക്യാൻസലായി. അത് ക്ലൈമറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആ സ്റ്റേഡിയം ഉള്ളൊരു എന്തോ ഒരു കരാറിൻ്റെ എന്തോ പ്രശ്നത്തിൽ പ്രോഗ്രാം ക്യാൻസലായി. പക്ഷേ അത്രയും ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും ആരുടെയും പേര് ഇങ്ങും വന്നില്ല. ടിക്ടോക്കും ഇൻസ്റ്റഗ്രാം മൊത്തം ഞാൻ പോയിട്ട് പരിപാടി കൊളാക്കി എന്നുള്ള രീതിയിലായിരുന്നു ഫുള്ള് നെഗറ്റീവ് ട്രോളുകൾ. പക്ഷേ ഇവന്റ് കമ്പനി ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരുടെ ഇവന്റ്സ് ആ പേര് ഭയങ്കര ഹൈപ്പായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കാതെ കുറേ നെഗറ്റീവിലേക്ക് ഒന്നും ചെയ്യാതെ തന്നെ മനഃപൂർവ്വം നമ്മുടെ ഡ്രാഗ് ചെയ്ത് ഇടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോമന്റ് സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ല, ഞാൻ സിംഗിൾ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് വീഡിയോ ഇടുമ്പോൾ ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ ജെൻഡർ അതും കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് ആകും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും വീഡിയോ, പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും ഞങ്ങൾക്ക് കൊളാബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ ഒരു അവരുടെ നെഗറ്റീവിനേക്കാളും സ്ട്രോങ് ആണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. എനിക്കൊന്ന് ഇതിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം LGBTQI ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇൻഫ്ലുവൻസസ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കോമൻസിനെ അതിജീവിക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പം ഞാൻ ശ്രുതിയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ശ്രുതി ആർട്ടിസ്റ്റ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്, ജാസി എഴുതിയിരിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. അപ്പം നമ്മൾ ഈ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മളുടെ ഒരു വീഡിയോ ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന അതിലൊരു മെസ്സേജ് ഉണ്ടാവും, ഒരു കോണ്ടന്റ് ഉണ്ടാവണം, അത് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പം അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കോണ്ടന്റ് അത് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന രീതിയിൽ ഒരു കോൺഷ്യസ് ആകാറുണ്ടോ നിങ്ങൾ കോണ്ടന്റുകൾ എടുക്കുമ്പോൾ? അല്ല, അതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ, ഇപ്പോൾ എൻ്റെയോ ജാസിയുടെയോ ആഷിയുടെയോ പ്രൊഫൈൽ, ഇപ്പോൾ ആഷി അത്രയും അധികം കണ്ടന്റ് ക്രിയേറ്റിങ്ങിൽ അത്രയും ഫോക്കസ് ചെയ്യാറില്ല. ഞാനും ജാസി ആയിരിക്കും ഡെയിലി ബേസിസിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ജാസിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ആയിക്കോട്ടെ ആക്ടിങ് ആണ് മെയിനായിട്ട്, ഡാൻസ് ആണ്, ഇത് രണ്ടുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫൈൽ തുറന്നു കഴിഞ്ഞാൽ. ജാസിയുടെ പ്രൊഫൈലാകുമ്പോൾ ജാസി കുറേ ആർട്ട് ബേസ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുക്കിംഗ്, നല്ല കുക്കിംഗ്, മേക്കപ്പ് ടിപ്സ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ പ്രൊഫൈൽ അവരുടെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ 10 ആൾക്കാരെല്ലാം 10 പേർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ടേസ്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് അവർക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടാവും. പക്ഷേ ഈ കുറേ ആൾക്കാർ കാണുന്നത് ട്രോള് ചെയ്ത വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഖത്തറിൽ നിന്ന് കുവൈത്തിൽ നിന്നൊക്കെ 2 ട്രോളന്മാർ നമ്മുടെ രണ്ട് കീടാണുക്കൾ എത്ര ക്ലീൻ ചെയ്താലും പോകില്ല എന്ന് പറയില്ല. ഇപ്പം മെയിനായിട്ട് നിൽക്കുന്ന 2 ട്രോളന്മാരാണ്. അവരുടെ ഒരു പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ പ്രൊഫൈലിൽ നമ്മളിടുന്ന വീഡിയോ അതിനേക്കാളും നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് 5 മിനിറ്റിനുള്ളിൽ അവരത് ട്രോളാക്കി ഇടും. സോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു 50K വ്യൂസാണ് കിട്ടണമെങ്കിൽ അപ്പോഴേക്കും അവർക്ക് എന്താകും 120K 200K വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും. സോ മോസ്റ്റ് ഓഫ് ആൾക്കാരും അവരുടെ പ്രൊഫൈൽ കണ്ടിട്ടാണ് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക. അപ്പോൾ അവരുടെ പ്രൊഫൈൽ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലായിരിക്കും നമ്മൾ എന്നെയൊക്കെ ഭയങ്കര മോശമായിട്ട്, ജാസിനെ ഭയങ്കര മോശമായിട്ട്. അപ്പോൾ ആളുകൾ കാണുന്നത് അവരുടെ ട്രോൾ വഴിയിട്ട് നമ്മൾ കാണുമ്പോഴാണ്
നമ്മൾ എന്ത് ഇൻഫ്ലുവൻസ് ആണ്, നമ്മുടെ ഒന്നും കിട്ടാനില്ല, ചത്തൂടെ പോയിട്ട്, അങ്ങനത്തെ കുറേ കമൻസ് വരിക. അപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് ഞാൻ ആക്ടിങ് ഡാൻസിലാണ് ചെയ്യുന്നത്. അതിലെന്താ നെഗറ്റീവുകൾ ഒന്നുമില്ല, വല്ലാത്ത വൃത്തിയായിട്ട രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. ജാസിയുടെ പ്രൊഫൈലും കുക്കിങ് മേക്കപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ ട്രോളന്മാരെ കണ്ണിൽ കൂടെ നമ്മളെ കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു വെറുപ്പ് വരുന്നത്. അതാണ് അവർക്ക് എന്ത് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയാൻ കാരണം. ഇതിനോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസ്, ഇപ്പം നമുക്കറിയാം പൊതുവേ ഉള്ള ഒരു ചെറിയ എല്ലാ വിഭാഗത്തിലും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് കോമൻറ്റ്സ് മോശമായിട്ട് ഇടുന്നു, പക്ഷേ പേഴ്സണലായിട്ട് ഒരു പക്ഷേ നമുക്ക് വളരെ നല്ല കോമൻറ്റ്സിൽ ഇടുന്നവരുണ്ട്. അങ്ങനെ അതായത് ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ അവർക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ മൊമെന്റ്സോ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് അങ്ങനെ പറയാനുള്ളത്, എൻ്റെ നമ്മളെ കൂടെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ ട്രോളുന്ന വീഡിയോസിൻ്റെ താഴത്തൊക്കെ അവരെ കമൻറ്റ് കാണുമ്പോൾ പേഴ്സണലി അങ്ങനെ അയ്യോ ഇവരെന്താ ഇങ്ങനെ കമൻറ്റ് നമ്മളെ ട്രോളുന്ന കമൻറ്റിൽ ഇട്ടേ, ഞാനാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് ചോദിക്കും നീ എന്താ അങ്ങനെ കമൻറ്റ് ഇട്ടേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പേഴ്സണലി അങ്ങനെ 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഉണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വരാറുണ്ട്, ബാഡ് മെസ്സേജസ് വരാറുണ്ട്, ഒക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഈവൻ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇന്നേ വരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് നീ എന്താണ് സോഷ്യൽ മീഡിയ കാണിക്കുന്നത്, പുറത്തുനിന്ന് ഒരാൾ ഇതുവരെ ആര് പുറത്ത് കണ്ടാലും ഭയങ്കര സ്നേഹമായിട്ട് ഭയങ്കര ഒരു നമ്മുടെ അവരെ വീട്ടിൽ ഒരാളെ പോലെ വന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്ത് വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ കമന്റുകൾ കാണുമ്പോൾ ഉള്ള അത്ര അവരായിരിക്കും നമ്മളെ കാണുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വരെ പുറത്തുനിന്ന് എനിക്ക് ഒരു നെഗറ്റീവും ഇതുവരെ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിന് താഴത്ത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു ബാഡ് കമന്റോ അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ അവർ ചോദിച്ച പോലെ ആരെങ്കിലും പേടിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നാളെ പോയിട്ട് ടിക്ടോക്ക് ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടോ ജാസിനെയോ എന്നെയോ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചോ, അതിനടിയിൽ 100% വരാൻ ചാൻസ് ഉള്ള കമൻറ്റ് എന്താണെന്ന് അറിയോ? പാവാട വള്ളികൾ, അല്ലെങ്കിൽ അവരെ താങ്ങുന്ന കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പേടിച്ചിട്ട് ഒരാൾ മുന്നോട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ ജാസിനെ തന്നെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നമ്മൾ പോയാലും എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വന്ന എനിക്കല്ല ഇരട്ടി കുട്ടികളും സ്ത്രീകളും ആണുങ്ങളായിക്കോട്ടെ ജാസിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പോൾ നാളെ ഒരിക്കലും അവർ ജാസിക്ക് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നാൽ പോലും ഒരാളെ അനുവദിക്കും, ഒരാളെ വളർത്തൂല. അവര് അടിയിൽ മൊത്തം കമന്റ്സ് അടിയിൽ മൊത്തം വൃത്തികെട്ട കമന്റ്സ് ആയിരിക്കും. സോ അവര് മനസ്സുകൊണ്ട് മടുപ്പാവും, പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുള്ളവർ പോലും മുന്നോട്ട് വരില്ല. അപ്പൊ ഈ എന്താ പറയാ ആ കുറച്ച് ട്രോളന്മാരെ പേടിച്ചിട്ട് എല്ലാവരും ഉണ്ടാകും. അതായത് കുറച്ച് കോൺഷ്യസ് ആണ്, ഇമേജ് കോൺഷ്യസ് ആണ്, സമൂഹം എന്ത് നാളെ അവരെ വലിച്ചിടുമെന്നുള്ളൊരു പേടിച്ചിട്ട് എന്നുള്ള ഒരു ഭയമാണ്. ഈ ദുബായ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ദുബായ് തന്നിട്ടുള്ളത്? ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച്. മെയിനായിട്ട് പറയേണ്ടത് ടൈം. നമുക്ക് രാത്രി പകല് അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ലല്ലോ. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ട്രാവൽ ചെയ്യാനോ ഒറ്റയ്ക്ക് നടന്നു പോകാനോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, രാത്രിയും പകലും എന്നുള്ളൊരു വേർതിരിവേ ഇല്ല നമുക്ക്. ലൈഫ് സ്റ്റൈലിലും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലും ഇത് പിന്നെ പബ്ലിക്കിനെ സൊസൈറ്റിനെ ഫേസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ചേഞ്ചസ് കൊണ്ട് തന്നത് ദുബായ് ഇവിടെ വന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് അത്രയൊരു സ്ട്രോങ് ആയത്.